യേശു തമ്പുരാനേ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾക്ക് ചിന്തിക്കുവാനുള്ളത്, ദൈവം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്, കുറച്ചു പേർ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ആധാരവാക്യമായി നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് സെഫന്യാവിൻ്റെ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. ആ കാലത്ത് ഞാൻ യെരുശലേമിന് വിളക്ക് കത്തിച്ച് ശോധന കഴിക്കുകയും മട്ടുപോലെ ഉറച്ചു കിടന്നു. യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യും. ഈ ഒരു വാക്യത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കുന്നത്, ദൈവം ചില മുന്നറിയിപ്പുകൾ നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ എല്ലാ വ്യക്തികളും ആ മുന്നറിയിപ്പുകളെ ശ്രദ്ധിക്കാതെ പോകുന്നു. ഈ മുന്നറിയിപ്പുകളെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ജീവിതത്തിൽ വരുന്നതായ അപകടത്തെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. വാക്യം നമ്മോടിങ്ങനെ പറയുന്നു, ആ കാലത്ത് ഞാൻ യെരുശലേമിന് വിളക്ക് കത്തിച്ചു ശോധന കഴിക്കുകയും മട്ടുപോലെ ഉറച്ചു കിടന്നു. യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യും. ഇവിടെ ദൈവം നമ്മെ സന്ദർശിക്കുന്നതായിട്ടാണ് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പറയുന്നു, ആ കാലത്ത് ഞാൻ യെരുശലേമിനെ വിളക്കുകൾ കത്തിച്ച് പരിശോധിച്ചു. ഇവിടെ ദൈവത്തിൻ്റെ കൽപ്പനയാകുന്ന വിളക്ക് നമ്മളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നതായ അപകടങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നു. കാലാകാലങ്ങളായിട്ട് ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെയും ദൈവം തൻ്റെ ശിഷ്യന്മാരിലൂടെയും ഓരോ എഴുത്തുകാരന്മാരിൽ കൂടെയും നമുക്ക് ലഭിക്കേണ്ടുന്നതായ മുന്നറിയിപ്പുകൾ ദൈവം നമുക്ക് കാണിച്ചു തരുന്നു. എന്നാൽ പല സാഹചര്യത്തിലും ഈ മുന്നറിയിപ്പുകളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. സങ്കീർത്തനങ്ങൾ 119-ന്റെ 105-ാം വാക്യം നമ്മോടിങ്ങനെ പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആകുന്നു. ഈ പ്രകാശത്തെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നമ്മൾ സാത്താൻ എന്ന അപകടത്തിലേക്ക് നമ്മൾ എത്തപ്പെടുന്നു. ഇവിടെ സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ തിരുവചനങ്ങളെ നമ്മളുടെ മുൻപിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ പ്രകാശത്തെ നമ്മൾ കാണുക എന്നതാണ് നമ്മളുടെ ഓരോ മനുഷ്യൻ്റെയും ആവശ്യകത. എന്നാൽ ചില മനുഷ്യർ ഈ തിരുവചനങ്ങളെ ശ്രദ്ധിക്കുകയും ചില മനുഷ്യർ ഈ വചനങ്ങളെ ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നല്ല ഗുണങ്ങൾ നഷ്ടപ്പെടുകയാണ്. എന്നാൽ നല്ല ഗുണങ്ങളെ നമ്മൾക്ക് പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു എന്ന വെളിച്ചത്തെ നമ്മൾ അംഗീകരിക്കണം. ഇവിടെ ഇങ്ങനെ പറയുന്നു, യഹോവ ഗുണമോ ദോഷമോ ചെയ്യുകയില്ല എന്ന ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യും. ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഗുണം ചെയ്യണമെങ്കിൽ അവൻ്റെ കൽപ്പനകളെ രാപ്പകൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് നാം ജീവിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് നല്ലത് ചെയ്യും. അല്ല എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ദോഷങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജനത്തോട് ഇങ്ങനെ പറയുകയുണ്ടായി, നിങ്ങളുടെ ഭവനത്തിൽ സംഹാരദൂതൻ സന്ദർശിക്കാതിരിക്കുവാൻ നിങ്ങളുടെ കട്ടിളപ്പടിയന്മേൽ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കണമെന്ന് പറയുകയുണ്ടായി. എന്നാൽ കുഞ്ഞാടിൻ്റെ മുദ്രയേൽക്കാതിരുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സംഹാരദൂതൻ കടന്നു വരികയും അവിടെ പ്രിയപ്പെട്ടവർക്ക് വലിയൊരു ദുരന്തം ലഭിക്കുകയും ഉണ്ടായി. എന്നാൽ കുഞ്ഞാടിൻ്റെ മുദ്ര ഏറ്റ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുന്നതായ ഒരു മഹനീയമായ രംഗമാണ് നമ്മൾക്ക് കാണാൻ ഇടയായത്. ഇവിടെ അവസാന വാക്യം നമ്മോടിങ്ങനെ പറയുന്നു, ഹൃദയത്തിൽ പറയുന്ന പുരുഷന്മാരെ സന്ദർശിക്കുകയും ചെയ്യും. നമ്മളുടെ ഹൃദയത്തിൽ നാം എന്ത് പറയണമെന്നും എന്ത് ചിന്തിക്കണമെന്നും നമുക്ക് ചിന്തിക്കാം.
എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകളെക്കുറിച്ച്, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് കീഴ്പ്പെട്ട് നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നല്ല ചിന്തകൾ കടന്നു വരികയും, നല്ല ചിന്തകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് അനുകൂലമായിട്ട് ദൈവത്തിൻ്റെ പദ്ധതികളെ മാനിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് താങ്ങും തണലുമായി കൂടെ നിൽക്കും. ഇവിടെ ഇങ്ങനെ പറയുന്നു, യേശു മനുഷ്യൻ്റെ അലംഭാവത്തിൻ്റെ കാതൽ വെളിപ്പെടുത്തുന്നു. ലോകത്തിൽ ദൈവത്തിൻ്റെ സജീവമായ ഇടപെടലിനെ അവൻ നിഷേധിക്കുന്നു. തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് സജീവമായിട്ട് ഇടപെടുകയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ അംഗീകരിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന കാതലായ സത്യം നമ്മളിൽ നിന്ന് അന്യമായി പോവുകയും നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുന്നറിയിപ്പുകൾ തിരുവചനങ്ങളിൽ കൂടെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി മുന്നോട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ വരാൻ പോകുന്നതായ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നമ്മൾക്ക് രക്ഷ നേടുവാൻ സാധിക്കും. ആകയാൽ സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു എന്ന സത്യത്തെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പൊന്നു ദൈവമേ, പൊന്നുനാമത്തിനായി നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, തിരുവചനത്തിൻ്റെ സത്യത്തെ മാനിച്ചുകൊണ്ട് തിരുവചനം എന്ന വെളിച്ചത്തിന് കീഴിൽ ജീവിക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിച്ച് അവിടുന്ന് ബലപ്പെടുത്തണമേ. എല്ലാം യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.